പല രാജ്യക്കാരും കാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇറ്റാലിയൻസ് കാറുകൾ ഉണ്ടാക്കുന്ന പോലെ ആരും കാറുകൾ ഉണ്ടാക്കിയിട്ടില്ല. ലെറ്റ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ഹൗ ദേ നെയിം ദെയർ കാർസ്. സിമ്പിൾ വാക്കുകളായിരിക്കും, പക്ഷേ നമുക്ക് കേൾക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്ന രീതിയിലാണ് പല ഇറ്റാലിയൻ കാറുകളുടെയും പേരുകൾ. ഫോർ എക്സാമ്പിൾ മസറാട്ടി ക്വാട്രോപോർട്ടെ. ക്വാട്രോ എന്ന് പറഞ്ഞാൽ 4, പോർട്ടെ എന്ന് പറഞ്ഞാൽ ഡോറ്. അപ്പോൾ 4 ഡോറുള്ളവരുടെ കാറിനെ അവർ വിളിച്ചത് ക്വാട്രോപോർട്ടെ എന്നാണ്. അതേപോലെ ഫെറാറി ലൂസോ എന്ന് പറഞ്ഞാൽ ലക്ഷറി എന്നാണ് അർത്ഥം. ലാംബോഗിനി സ്റ്റെറാട്ടോ എന്ന് പറഞ്ഞാൽ ഡേർട്ട് എന്നാണ് അർത്ഥം. ആൻഡ് ദെൻ ദർ ഈസ് മൈ ഫേവറേറ്റ് ലാംബോഗിനി സെസ്റ്റോ എലമെൻറ്റോ എന്ന് പറഞ്ഞാൽ 6th എലമെൻറ്റ് എന്നാണ് അർത്ഥം. ആൻഡ് പീരിയോഡിക് ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 6th എലമെൻറ്റ് എന്ന് പറയുന്നത് കാർബണാണ്. അപ്പോൾ അവരുടെ കാർബൺ ഫൈബർ ബോഡിയായിട്ടുള്ള ആദ്യത്തെ ആ ഒരു കാറിനെ അവർ സെസ്റ്റോ എലമെൻറ്റോ എന്ന് വിളിച്ചു. ആൻഡ് ഫിയറ്റ് കാൺ ബി ലെഫ്റ്റ് ബിഹൈൻഡ്. അവർ ആദ്യമായിട്ടൊരു ഫ്രഷ് സ്റ്റാർട്ട് എന്നുള്ള പോലെ ഒരു പുതിയൊരു ഇക്കോണമി കാർ സീരീസ് തുടങ്ങിയപ്പോൾ ദേ ജസ്റ്റ് കോൾഡ് ഇറ്റ് ദ ഉനോ, അവരുടെ ഫസ്റ്റ് കാർ എന്നുള്ള രീതിയിൽ. ആൻഡ് ദെൻ ദർ ഇസ് ദ പുണ്ടോ ആൻഡ് ദ ലീനിയ. പുണ്ടോ എന്ന് പറഞ്ഞാൽ പോയിന്റ് എന്നാണ് അർത്ഥം, ലീനിയ എന്ന് പറഞ്ഞാൽ ലൈൻ എന്നാണ് അർത്ഥം. അപ്പോൾ അതായത് ഒരു പോയിന്റ് ഇട്ടിട്ട് അവിടെ നിന്ന് കുറച്ചും കൂടി നീട്ടി ആ ഒരു ഡിക്കി കൊടുത്തപ്പോഴത്തേക്ക് അതൊരു ലൈനായി മാറി. ദേ ജസ്റ്റ് കോൾഡ് ഇറ്റ് ദ ലീനിയ. ആൻഡ് ഇതിനൊക്കെ അവർ ഇൻട്രസ്റ്റിംഗ് ലോഗോസും ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പുണ്ടോൻ്റെ ആ ഒരു ലോഗോ, ഒരാളിരുന്നിട്ട് വണ്ടി ഓടിക്കുന്ന പോലത്തെ ഒരു ഷേപ്പാണ് ആ പീക്ക് കൊടുത്തേക്കുന്നത്. അയാളുടെ തലയാണ് ആ ഒരു പോയിന്റ് എന്നുള്ളത് കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ലീനിയയുടെ എഴുതിയേക്കുന്നതിൻ്റെ അടിയിൽ കൂടെ ഒരു ലൈൻ പോയിട്ടുണ്ടായിരുന്നു ഒറിജിനൽ ലോഗോയിലൊക്കെ. എന്നാലും അന്നത്തെ ഫിയറ്റിൻ്റെ ആ ഒരു നെയിമിംഗ് സ്ട്രാറ്റജിയാണ്. എന്താണ് നമ്മുടെ വണ്ടികളുടെ പേര്? കുത്തും വരയും, പോയിന്റ് ആൻഡ് ലൈൻ. ബട്ട് പീപ്പിൾ ആക്ച്വലി സ്റ്റുഡ് ഇൻ ലൈൻ ഫോർ വൺ ഓഫ് ദീസ്. അന്നത്തെ കാലത്ത് ഇറങ്ങിയപ്പോൾ 1500 കാഴ്ചയോളം ആദ്യത്തെ മാസം വിറ്റുപോയി. പിന്നത്തെ മാസം ഒരു 1700 കാറുകളോളം വിറ്റു. ആൻഡ് ദ നമ്പേഴ്സ് കെപ്റ്റ് ഓൺ ഗെറ്റിംഗ് ബെറ്റർ ഫോർ എ കപ്പിൾ ഓഫ് മന്ത്സ്. കാരണം അന്ന് വേറെ പ്രോപ്പറായിട്ടൊരു ഡീസൽ കാർ ഉണ്ടായിരുന്നില്ല. സിറ്റി നെവർ ഹാഡ് എ ഡീസൽ. വെർണ ഉണ്ടായിരുന്നു, പക്ഷേ ദിസ് വാസ് എ ക്രെഡിബിൾ ഓൾട്ടർനേറ്റീവ്. നമ്മളൊരു മിഡ് സൈസ് ഒരു ഡീസൽ കാർ വാങ്ങണം എന്നുണ്ടെങ്കിൽ പല ഫാമിലീസും ലീനിയാന്ന് കൺസിഡർ ചെയ്തിരുന്നു. ആൻഡ് ഇതിൻ്റെ ഇനീഷ്യൽ ഇയേഴ്സിൽ ദിസ് സോൾഡ് ഇൻ റീസണബിളി ഗുഡ് നമ്പേഴ്സ്. ടൈപ്പ് 323 എന്നാണ് ഇത് ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്നത്. ബേസിക്കലി ഇതൊരു ഡെവലപ്പിംഗ് മാർക്കറ്റ് സ്പെക് സെഡാൻ ആയിരുന്നു. കാരണം പല വേൾഡ് മാർക്കറ്റ്സിലും അവർ ഗ്രാൻഡെ പൂണ്ടോ വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടി അവർ ചില മാർക്കറ്റ്സിന് വേണ്ടിയിട്ട് മാത്രം റിസർവ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രോജക്റ്റ് നെയിമിന് D200 എന്നും ഒരു പേരുണ്ടായിരുന്നു. ഗ്രാൻഡെ പൂണ്ടോൻ്റെ സ്റ്റൈലിംഗ് നമുക്ക് ജോർജറ്റോ ജിജേറോ ഡിസൈൻ ചെയ്താണെന്ന് നമുക്കറിയാം. ഇറ്റാലി ഡിസൈനിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ്. ഇറ്റ് ലുക്സ് ഫാന്റാസ്റ്റിക്. പക്ഷേ ഈ ഒരു ലീനിയ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഫിയറ്റ് വീണ്ടും ജുജോറോയുടെ അടുത്ത് പോയില്ല. മേ ബി കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. സോ ഇറ്റ് വാസ് ഓൾ ഡൺ ഇൻ ഫിയറ്റ് ഡിസൈൻ സെൻറ്റർ. ആ സെൻട്രോ സ്റ്റീലെ എന്ന് വിളിക്കുന്ന ആ ഒരു സ്ഥാപനത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തത്. ഫ്രാങ്ക് സ്റ്റെഫൻസൺ ആയിരുന്നു അന്ന് ആ ഒരു ചീഫ് ഡിസൈനർ. ആൻഡ് ഹി ഹാസ് എ വെരി ഗുഡ് റെസ്യൂമേ. കാരണം പുള്ളി ഫെറാറിയിലും മസറാട്ടിയിലൊക്കെ കുറേ കാലം വർക്ക് ചെയ്ത ഒരാളാണ്. സോ ഹി നോസ് എ തിങ് ഓർ ടു അബൌട്ട് ഡിസൈൻ. അപ്പോൾ അങ്ങനെ ഒരു വളരെ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഷേപ്പ് അവർ ഈ ഒരു ലീനിയയ്ക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തു. സാധാരണ ഒരു മാനുഫാക്ചർ ഒരു ഹാച്ച് ബാക്ക് എടുത്തിട്ട് അതിൻ്റെ ഒരു സെഡാൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ നാച്ചുറലി കോസ്റ്റ് സേവിങ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ അവർ കുറേ പാനൽസ് ഒക്കെ ഷെയർ ചെയ്യും. പക്ഷേ ലീനിയയും ഗ്രാൻഡോ പൂണ്ടോയും തമ്മിൽ ഒരൊറ്റ പാനൽ പോലും ഷെയർ ചെയ്തിട്ടില്ല. ദിസ് ഹാഡ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ബോഡി പാനൽസ് കമ്പയർഡ് ടു ദ ഗ്രാൻഡെ പൂണ്ടോ. എല്ലാ പാനൽസും ടോട്ടലി ന്യൂ ആയിരുന്നു. എല്ലാ ഡിസൈൻ എലമെൻസും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. ഇറ്റ് ഡിഡ് നോട്ട് ലുക്ക് ലൈക്ക് ഒരു ഗ്രാൻഡെ പൂണ്ടോ വിത്ത് സെഡാൻ ബൂട്ടായിട്ട് നമുക്ക് തോന്നൂലായിരുന്നു. ദിസ് ലുക്ക് ലൈക്ക് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കാർ. 100 മില്ലിമീറ്റേഴ്സോളം വീൽ ബേസിൽ കൂടുതലുണ്ടായിരുന്നു. 500 മില്ലിമീറ്റേഴ്സോളം നീളം കൂടുതലുണ്ടായിരുന്നു. ആൻഡ് ദിസ് വാസ് എ റിയലി ബിഗ് കാർ. കാരണം 4560 mm ലെങ്ത് ഉണ്ടായിരുന്നു, 2600 mm വീൽ ബേസ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് മോർ കമ്പയറബിൾ ടു എ കൊറോള അല്ലെങ്കിൽ ഒരു സിവിക്കിൻ്റെ ഒക്കെ സൈസ് ആയിരുന്നു അന്നത്തെ കാലത്ത് ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത്. പക്ഷേ ഫിയറ്റ് ഇത് പൊസിഷൻ ചെയ്തത് ഹോണ്ട സിറ്റിയുടെ റൈവലായിട്ടാണ്. അതായത് ആ ഒരു 7-8 lakhs പ്രൈസ് റേഞ്ചിലാണ് അവരിത് പൊസിഷൻ ചെയ്തത്. പക്ഷേ ദാറ്റ് ഗേവ് ഇറ്റ് മാസീവ് അഡ്വാൻറ്റേജ്. സൈസിൻ്റെ ടേംസിലും റോഡ് പ്രസൻസ് ആയാലും ദിസ് കാർ വാസ് ബിഗർ ദാൻ ഇറ്റ്സ് റൈവൽസ്. ആൻഡ് എനിക്ക് പെർട്ടിക്കുലർലി ഇഷ്ടമുള്ളത് ഇതിൻ്റെ ഒരു ബൂട്ടിൻ്റെ ഇൻ്റഗ്രേഷനാണ്. സാധാരണ വണ്ടികൾക്കൊക്കെ ഒരു ആഫ്റ്റർ തോട്ട് പോലെയാണ് അവർ അതിൻ്റെ ബൂട്ട് വെക്കാറുണ്ടെങ്കിൽ ദിസ് ഹാഡ് എ വെരി കൊഹിസീവ് ഡിസൈൻ. ആൻഡ് ഈ ഒരു സി പില്ലർ തന്നെ ഇറ്റ് ടേൺസ് ഇൻ 3 ഡിഫറെൻറ്റ് പ്ലെയിൻസ്. ഇപ്പോൾ നമ്മൾ നോർമലി ഇങ്ങനെ വന്നേക്കുന്ന ഒരു സ്റ്റൈലിന് പുറമെ ഇറ്റ് ഓൾസോ കർവ്സ് ഇൻസൈഡ് ആൻഡ് ഇറ്റ് ഓൾസോ ഗോസ് ഇൻസൈഡ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഇറ്റ് ലുക്സ് തിന്നർ ദാൻ ഇറ്റ് ആക്ച്വലി ഈസ്. ആൻഡ് ഇതിൻ്റെ ബൂട്ടും വളരെയധികം വെൽ എഞ്ചിനീയർഡ് ആണ്. ഈ ഹിഞ്ചസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വലിച്ചിട്ട് പിന്നീട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തത്. സാധാരണ വണ്ടികൾക്കൊക്കെ ഒരു സിമ്പിൾ ഹിഞ്ചേ അവർ കൊടുക്കാറുള്ളൂ. ആൻഡ് ഇതിന് ഒരു ഗ്യാസ് സ്ട്രട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ക്യാൻ സപ്പോർട്ട് ദ വെയ്റ്റ്. സാധാരണ വണ്ടികൾക്ക് സ്പ്രിങ്സ് ആയിരിക്കും. ആൻഡ് ഈ ഒരു ലൈനിങ് മെറ്റീരിയൽ ആണെങ്കിലും അതിനൊരു ഫിയറ്റിൻ്റെ എംബോസ്ഡ് ആയിട്ടൊരു ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ യു നോ ഫിയറ്റ് ഹാസ് ഇൻറ്റ് എക്സാക്ട്ലി ബീൻ പെനി പിഞ്ചിങ് വെൻ ദേ ബിൽഡ് ദിസ് കാർ.
ഫിയറ്റിൻ്റെ മാറിയ എന്ന് പറയുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് ഈ ഒരു ലീനിയ വരുന്നത്. ഇതിൻ്റെ സക്സസറിനെ അവർ ടിപ്പോ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അതായത് ആ ലീനിയ എന്നുള്ള നെയിം, ആ ലീനിയേജ് അവർ കണ്ടിന്യൂ ചെയ്തില്ല. ഫിയറ്റ് ബ്രസീൽ പ്ലേഡ് എ പാർട്ട് ഇൻ ഇറ്റ്സ് ഡിസൈൻ. അതുപോലെ തന്നെ 2007 മാർച്ച് 26 ഇത് ആദ്യമായിട്ട് ഇവർ അൺവീൽ ചെയ്യുന്നത് ടർക്കിയിലായിരുന്നു. ഇന്ത്യയിൽ ഇത് CNAയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് വന്നത്. എക്സാക്ട് റീപ്ലേസ്മെൻ്റ് അല്ല, കാരണം അതിനിടയ്ക്ക് ചെറുതായിട്ട് ഫിയറ്റ് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നത് ഈ ഒരു ലീനിയ ആയിട്ടാണ്. CNAക്ക് എത്ര പേര് ഓർക്കേണ്ടതെന്ന് അറിയില്ല. ഫിയറ്റിൻ്റെ വേറൊരു വേൾഡ് കാർ ആയിരുന്നു, പാലിയോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെഡാനായിരുന്നു. ഫേസ് ലിഫ്റ്റ് കഴിഞ്ഞോടുകൂടി അവർ അതിനെ റീനെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് കോൾഡ് ദ പെട്ര. CNA എന്നുള്ള പേര് മാറ്റി. വളരെ മീനിങ് ആയിട്ടുള്ളൊരു പേരാണ്, കാരണം എടുത്തവരൊക്കെ പെട്ര എന്നുള്ള അർത്ഥത്തിലാണ് ഫിയറ്റ് അപ്പം തന്നെ പൂട്ടിപ്പോവുകയും ചെയ്തത്. പക്ഷേ ലീനിയായിട്ടുള്ള ഫിയറ്റിൻ്റെ തിരിച്ചുവരവ് എല്ലാവരും ആഘോഷിച്ചു. അന്ന് അതൊരു പെർഫെക്റ്റ് പാക്കേജ് പോലെയാണ് തോന്നിയത്. ആൻഡ് ഇറ്റ് വാസ് വെരി വെൽ ലോഡഡ് ഫോർ ഇറ്റ്സ് ടൈം. അന്ന് ഇറങ്ങുന്ന സമയത്ത് ദിസ് ഹാഡ് പ്ലെൻറ്റി ഓഫ് ഫീച്ചേഴ്സ്. നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഉണ്ടായിരുന്നു, ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ടായിരുന്നു, AC വേണ്ടിയിട്ട് ഡ്യുവൽ എയർ ബാഗ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ബാക്കിലത്തെ ഒരു ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു റിയർ പാസഞ്ചേഴ്സിന് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. റിയർ AC വെൻസ് ഉണ്ടായിരുന്നു, ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീൽ ഉണ്ടായിരുന്നു, ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഗിയർ നോബ് ഉണ്ടായിരുന്നു, വിച്ച് വാസ് എ വെരി ഹൈ ക്വാളിറ്റി ഐറ്റം ബാക്ക് ഇൻ ഇറ്റ്സ് ഡേ. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. സ്പീഡ് സെൻസിറ്റീവ് വൈപ്പേഴ്സ് ഉണ്ടായിരുന്നു, 4 പവർ വിൻഡോനും ഓട്ടോ ഡൗൺ ഫീച്ചർ ഉണ്ടായിരുന്നു. ആൻഡ് യു ഓൾസോ ഗെറ്റ് ദീസ് ഇറ്റാലിയൻ ലെതർ സീറ്റ്സ്. ഇതിൽ ഇരിക്കുമ്പോൾ ഒരു കംഫർട്ടൊക്കെ ഉണ്ടെങ്കിലും ഇന്നൊരു സീറ്റിംഗ് പൊസിഷൻ ടോട്ടലി റോങ് ആണ്. ഇപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് ഒരു 2 ആഴ്ചയോളം ഇതിൻ്റെ ഓണർ ഡോക്ടർ ചാക്കോ നമുക്ക് തന്നിരുന്നു. അതിലൊരു 1.5 ആഴ്ചയോളം വണ്ടിയുടെ നല്ലൊരു ഡ്രൈവിംഗ് പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണം എന്നുള്ള പുള്ളിക്ക് അറിയാം. പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് കുറച്ച് ഹൈറ്റിലാണ്. അത് നമ്മൾ എത്ര താഴ്ത്തി വെച്ചാലും ഇത്രേ താഴുള്ളൂ. അപ്പോൾ കാരണം നമുക്ക് ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഒരു എക്സെൻട്രിക് റെയിൽ മെക്കാനിസമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ബാക്ക് മാത്രം ഇങ്ങനെ പൊങ്ങും. നമുക്ക് ഫ്രണ്ടിലോട്ടൊരു ടിപ്ഡ് ഓവർ പോലത്തെ ഒരു പൊസിഷനിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുക. കുറേ കാലം എടുക്കും നമുക്ക് നല്ലൊരു ഡ്രൈവിംഗ് പൊസിഷൻ കിട്ടാനായിട്ട്. ആൻഡ് പല ഫിയറ്റ് ഓണേഴ്സിൻ്റെ അടുത്ത് നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ചോട്ടേന്ന് ചോദിച്ചാൽ അവർ തരാത്തതിൻ്റെ മെയിൻ റീസൺ ഈ ഒരു ഡ്രൈവിംഗ് പൊസിഷനാണ്. കാരണം ഇത് ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ വലിയ പാടാണ്. എനിക്കിഷ്ടമില്ലാത്ത വേറൊരു കാര്യം ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റ് ആണ്. വളരെ റബ്ബറായിട്ട് ഫീൽ ചെയ്യും, വളരെ വെയ്ഗാണ്. നമുക്ക് ഉദ്ദേശിച്ചിടത്തൊന്നും അല്ല അതിൻ്റെ ഗിയേഴ്സ് സ്ലോട്ട് ആവണത്. 3rd ഉം 4th ഉം തന്നെ ഒരു സ്ട്രേറ്റ് ലൈനിലല്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു നോച്ചിനെസ് നമുക്ക് ഫീൽ ചെയ്യും. ഓൾസോ ദ ക്ലച്ച് ഹാസ് എ ബിറ്റ് മോർ ട്രാവൽ ദാൻ ഐ ലൈക്ക്. ബട്ട് ഇഫ് യു ഗെറ്റ് ഇറ്റ് ഓൾ റൈറ്റ്, നമുക്ക് ഇതായിട്ട് നമ്മൾ യൂസ്ഡ് ആവും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ലൊരു ഡ്രൈവിംഗ് പൊസിഷൻ കിട്ടും എന്നുണ്ടെങ്കിൽ യു ക്യാൻ റിയലി ഹാവ് ഫൺ വിത്ത് ദിസ് കാർ. And it had something called Blue and Me. അന്നത്തെ കാലത്ത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു. കാരണം മൈക്രോസോഫ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റമാണ് ഫിയറ്റിന് വേണ്ടിയിട്ട്. നമ്മളൊരു പെൻ ഡ്രൈവ് കുത്തുകയാണെങ്കിൽ അത് റീഡ് ചെയ്തിരുന്നത് വിൻഡോസ് മീഡിയ പ്ലെയറിൻ്റെ ഒരു ഫോർമാറ്റ് സിസ്റ്റം വഴിയാണ്. സോ ഇറ്റ് വാസ് റൈദർ ഈസി ടു യൂസ്. നമുക്ക് ഈ ഒരു സ്ക്രീനിൻ്റെ അകത്തുനിന്ന് നമുക്ക് മ്യൂസിക്കൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഓൾസോ അലൗഡ് ഫോർ വോയിസ് കമാൻഡ്സ്. നമുക്ക് വണ്ടിയായിട്ട് സംസാരിക്കാൻ പറ്റും. ഇൻഫാക്ട് എല്ലാ ഫിയറ്റ് ഓണേഴ്സും അവരുടെ ഫിയറ്റായിട്ട് സംസാരിക്കാറുണ്ടെന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ വണ്ടീനെ തേനെ പാല് ചക്കര എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്നാലേ ഇത് മര്യാദയ്ക്ക് ഓടുകയുള്ളൂ. താക്കോലൊക്കെ രാവിലെ ഇടുന്ന സമയത്ത്, താക്കോലല്ല ഡെസ്മോട്രോണിക് കീ, അതിന് ഇറ്റാലിയൻ പേരുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടീനെ ചെറുതായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്യണം. ഇന്ന് കുഴപ്പമൊന്നുമില്ലാണ്ട് ഓടണം, നമുക്ക് ഇന്ന സ്ഥലം വരെ പോയി വരാനുണ്ട് എന്നൊക്കെ വണ്ടീനോട് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓക്കെയാണ്. ഞാൻ എൻ്റെ ഫിയറ്റായിട്ട് ദിവസവും സംസാരിക്കാറുണ്ടായിരുന്നു. അതൊരു മാരുതിയാണെന്നാണ് ഞാൻ അതിനെ പറഞ്ഞു പറ്റിച്ചിരുന്നത്. കാരണം ഇൻ്റർനാഷണൽ ഫിയറ്റാണ്, 500 ആണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ജാടയൊക്കെ ഇറക്കി കളയും. അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നോർമൽ ഒരു സ്വിഫ്റ്റ് ഡീസലാണെന്നുള്ള പോലെയൊക്കെ ഓടിക്കോളും. അങ്ങനെ ഒരു തരത്തിലൊക്കെ കൊണ്ടുവരാൻ പറ്റും. വണ്ടിയും നമ്മുടെ അടുത്ത് തിരിച്ച് സംസാരിക്കും. കാരണം ഈ ഒരു ഡോട്ട് മാട്രിക്സ് ഡിസ്പ്ലേയുടെ ഉള്ളിൽ ഇറ്റ് ക്യാൻ ടെൽ വാട്ട്സ് റോങ് വിത്ത് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങളും എഴുതി കാണിക്കും. ഇപ്പോൾ ഡോർ ഓപ്പൺ ആണെങ്കിൽ ഏത് ഡോറാണെന്നുള്ള എഴുതി കാണിക്കും, വിച്ച് ഈസ് റിയലി നോർമൽ. അതിന് പുറമെ ഒരു ടെയിൽ ലൈറ്റ് ഫ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ബൾബ് ഏതാണെന്നുള്ളത്, റിയർ ലൈസൻസ് ലാമ്പ് ആണെങ്കിൽ അത് എഴുതി കാണിക്കും. ഹൗ ഡസ് ഇറ്റ് നോ എന്നുള്ളത് എപ്പോഴും എൻ്റെ മനസ്സിലൊരു ക്വസ്റ്റ്യനാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഇലക്ട്രോണിക്സ് ആണ് ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഈ ഒരു ക്യാരക്ടറും നമുക്കൊരു സോൾഫുൾ ആയിട്ട്, നമ്മളൊരു കാറിനേക്കാൾ ഒരു ക്രാങ്കി ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു പെറ്റിനൊക്കെ കൊണ്ടുനടക്കണ പോലെ ഇത് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. കൊഞ്ചിച്ച് ലാളിച്ചൊക്കെ കൊണ്ടുവരുന്നാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. മോസ്റ്റ് ഫിയറ്റ് ഓണേഴ്സ് ക്യാൻ റിലേറ്റ് ടു ദാറ്റ്. കമൻസിൽ പറയുക. കോംപ്ലിക്കേറ്റഡ് ഇലക്ട്രോണിക്സിന് പുറമെ ഇറ്റ് ഓൾസോ ഹാഡ് വെരി വെൽ എഞ്ചിനീയർഡ് ഷാസി. നമുക്കിതിൽ ഫ്രണ്ടിൽ മാക്ഫേഴ്സൺ സ്ട്രട്ട്സും ബാക്കിൽ നോൺ ഇൻഡിപെൻഡൻറ്റ് ടോർഷൻ ബീം സെറ്റപ്പും ആയിരുന്നു. പക്ഷേ ഇറ്റ്സ് ദ ഡീറ്റെയിൽസ് ദാറ്റ് മാറ്റേർഡ് എന്ന് പറയുന്ന പോലെ അൺസ്പ്രങ് മാസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രസ് സ്റ്റീൽ സെക്ഷൻസ് ആണ് ആംസിനൊക്കെ യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ സബ് ഫ്രെയിമിൻ്റെ അടിയിൽ ഒരു ക്രോസ് ബീം കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോർ എക്സ്ട്രാ റിജിഡിറ്റി. അതേപോലെ പല മാനുഫാക്ചറേഴ്സും ആൻറ്റി റോൾ ബാർസ് കൊടുക്കാൻ മടിച്ചിരുന്ന കാലത്ത് ഇവർ ഫ്രണ്ടിലും ബാക്കിലും ആൻറ്റി റോൾ ബാർസ് കൊടുത്തിരുന്നു. ആൻഡ് ദ കാർ ഹാഡ് ഡിസ്ക് ബ്രേക്സ് ഇൻ സർട്ടൺ വേർഷൻസ്. ഓൾ വീൽ ഡിസ്ക് ബ്രേക്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ
എല്ലാ കാഴ്ചനും ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആയിരുന്നു. സോ ദേ ആർ ബ്രിസ്ലിംഗ് വിത്ത് ഫീഡ്ബാക്ക്. അന്നത്തെ കാലത്ത് ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഒക്കെ വളരെ ഇംപ്രസീവ് ആയിരുന്നു. ആൻഡ് ഈവൻ ടുഡേ ഇപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഒരു ലീനിയയിൽ വീണ്ടും കയറുമ്പോഴും ഇറ്റ് സ്റ്റിൽ ഫീൽ സോളിഡ്. നമ്മളിപ്പോൾ ഈ ഒരു സെക്ഷൻസിലൊക്കെ ആണെങ്കിലും സാധാരണ വണ്ടികൾ പോലെ ഒന്നല്ല, ഇറ്റ് ജസ്റ്റ് ഗ്ലൈഡ്സ് ഓവർ ഓൾ ദീസ് എക്സ്പാൻഷൻ ജോയിൻസ് ലൈക്ക് ദിസ്. ഈ ഒരു വണ്ടി ദിസ് വാസ് റിയലി ഹെവി. അന്നത്തെ കാലത്ത് 1230 കിലോസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഭാരം. ഒരു ഹോണ്ട സിറ്റിയൊക്കെ അന്ന് ഏകദേശം ഒരു 130 കിലോളം ലൈറ്റർ ആയിരുന്നു. സർപ്രൈസിങ് അല്ല, കാരണം ദിസ് വാസ് ഫ്രം എ സെഗ്മെൻറ്റ് എബോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡയമെൻഷൻസിനനുസരിച്ചുള്ള വെയിറ്റ് ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നു. സർപ്രൈസിങ് കാര്യം എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു പെട്രോൾ വേർഷൻ ഡീസൽ വേർഷനേലും 20 കിലോസ് ഹെവിയർ ആയിരുന്നു എന്നുള്ളതാണ്. സാധാരണ അങ്ങനെ വരാറില്ല, കാരണം എപ്പോഴും ഡീസൽ വണ്ടിക്കായിരിക്കും പെട്രോൾ വണ്ടിയിൽ വെയിറ്റ് കൂടുതൽ. പക്ഷേ ഈ ഒരു ടർബോ പെട്രോളിൽ ദേ വർ മോർ ഓർ ലെസ് ദ സെയിം, 20 കിലോസ് കൂടുതലായിരുന്നു പെട്രോളിന്. ആൻഡ് ടി ജെറ്റ് വന്ന സമയത്ത് ടി ജെറ്റ് ഹാഡ് 16-inch alloy wheels, 205, 55, 16 ടയേഴ്സ് ഉണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് ഓൾ വീൽ ഡിസ്ക് ബ്രേക്സ് ആൻഡ് 185 mm ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് പ്രീ ഫേസ് ലിഫ്റ്റിലാണ്. ടി ജെറ്റ് ആക്ച്വലി പ്രീ ഫേസ് ലിഫ്റ്റിലും ഫേസ് ലിഫ്റ്റിലും ഉണ്ടായിരുന്നു. പക്ഷേ ഫേസ് ലിഫ്റ്റ് ആയപ്പോഴത്തേക്കും അവർ ഗ്രൗണ്ട് ക്ലിയറൻസ് പിന്നെയും കൂട്ടി 190 mm ആക്കി. ഓൾമോസ്റ്റ് ഒരു ക്രോസ് ഓവർ പോലത്തെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആക്കി. ലീനയ്ക്ക് ഇറങ്ങിയ സമയത്ത് 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. യു ഹാഡ് ദ 1.4 ഫയർ എഞ്ചിൻ അല്ല, ഫയർ എന്ന് ഫിയറ്റ് വിളിച്ചിരുന്ന ഒരു എഞ്ചിൻ, ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് റോബോട്ടൈസ്ഡ് എഞ്ചിൻ ആയിരുന്നു. 4 സിലിണ്ടർ ആയിരുന്നു, നാച്ചുറൽ ആസ്പിറേറ്റർ ആയിരുന്നു. ഇറ്റ് ഹാഡ് അബൌട്ട് 95 ബ്രേക്ക് ഹോഴ്സ് പവർ. അതുകൂടാണ്ട് യു ഹാഡ് ദ 1.3 മൾട്ടി ജെറ്റ്. നമ്മൾ ആ ഒരു സ്മോൾ ഡീസൽ എഞ്ചിൻ 1.3 SD എന്ന് വിളിച്ചിരുന്ന ആ ഒരു ഫിയറ്റ് GM ഡെവലപ്ഡ് ആയിട്ടുള്ള ആ ഒരു എഞ്ചിനും ഉണ്ടായിരുന്നു. ആ ഒരു എഞ്ചിൻ നമുക്ക് 90 bhp സ്റ്റേറ്റ് ഓഫ് ട്യൂണിലാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടിയിരുന്നത്. സോ ഇറ്റ് ഹാഡ് വേരിയബിൾ ജോമെട്രി ടർബോ. സാധാരണ 75 bhp സ്റ്റേറ്റ് ഓഫ് ട്യൂൺ എല്ലാം ഫിക്സഡ് ജോമെട്രി ടർബോ ആയിരുന്നു നമുക്ക് പുണ്ടോയിലൊക്കെ ഒറിജിനലി കിട്ടിയിരുന്ന പോലെ. ആൻഡ് കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഫിയറ്റ് ഇതിനൊരു ടർബോ പെട്രോൾ ലോഞ്ച് ചെയ്തു, വിച്ച് ഈസ് ദിസ് വേർഷൻ. ടി ജെറ്റ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഇറ്റ് യൂസ് ദ സെയിം ബ്ലോക്ക്, നമ്മുടെ ആ ഒരു NA എഞ്ചിനായിട്ടുള്ള സെയിം കാസ്റ്റേൺ ബ്ലോക്ക് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. 1368 cc 4 സിലിണ്ടർ ആ ഒരു ബ്ലോക്കാണ്. പക്ഷേ ഇറ്റ് ഹാഡ് എ ഡിഫറെൻറ്റ് അലൂമിനിയം ഹെഡ്. അതിന് അവരൊരു ടർബോ ചാർജർ ഫിറ്റ് ചെയ്തു, വിച്ച് വാസ് റണ്ണിങ് അബൌട്ട് 2.2 bar പ്രഷർ. പവർ ഔട്ട്പുട്ട് 95 bhp എന്നുള്ളത് 113 bhp ആയി. വൈൽ ദാറ്റ് സിഗ്നിഫിക്കൻറ്റ്, ഇതിൻ്റെ ടോർക്കായിരുന്നു ശരിക്കും ഇംപ്രസീവ് ആയിട്ടുള്ളത്. 207 Nm ടോർക്ക് ഉണ്ടായിരുന്നു. ഒരു കമ്പാരിസണിന് വേണ്ടിയിട്ട് അന്നത്തെ ഒരു ഹോണ്ട സിറ്റിക്ക് ഏകദേശം 146 Nm ടോർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഒരു വെൻഡോ പെട്രോളിന് 153 Nm ടോർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ദിസ് ഹാഡ് 207, ഓൾമോസ്റ്റ് ഡീസൽ ലൈക്ക് ടോർക്കാണ്. ആൻഡ് ഇറ്റ് വുഡ് ഡ്രൈവ് ടു 6000 RPM. So you can imagine how much fun we had back in the day with this car. പക്ഷേ ഇത് ആ വണ്ടിയല്ല. ദിസ് ഈസ് ദ ലേറ്റർ ലീനിയ 125S. ഫിയറ്റ് ഒരു സ്പെഷ്യൽ എഡീഷൻ ആയിട്ട് ഇറക്കിയതാണ്. ദിസ് ഹാഡ് 125 bhp ലൈക്ക് ദ നെയിം സജസ്റ്റ് ആൻഡ് 210 Nm ടോർക്ക്. അവർ എഞ്ചിൻ കുറച്ചും കൂടി ഒന്ന് ട്യൂൺ ചെയ്തു. പുണ്ടോ ഭാരത്തിലുള്ള പോലെ ഫുൾ 145 bhp അവർ കൊടുത്തില്ല. പക്ഷേ ദിസ് ഹാഡ് റെസ്പെക്റ്റബിൾ 125 bhp. 0 to 100 അന്ന് ഏകദേശം 10.2 seconds ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതിനൊരു റീസൺ എന്ന് പറയുന്നത് സെക്കൻഡ് ഗിയർ വുഡ് റൺ ഔട്ട് അറൌണ്ട് 95. അപ്പോൾ അതുകൊണ്ട് യു ഹാഡ് ടു ഷിഫ്റ്റ് ടു തേർഡ്. അപ്പോൾ ആ ഒരു ടൈം ഡിലേ അവിടെ വരുന്നുണ്ട്. ബട്ട് ഇറ്റ് വാസ് സ്റ്റിൽ റിയലി ഫാസ്റ്റ്. 200 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് ടോപ്പ് സ്പീഡ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ വണ്ടി അതുമല്ല, ദിസ് ഈസ് എ ട്യൂൺഡ് 125S. ദിസ് ഹാസ് ആൻ അപ്ഗ്രേഡഡ് ടർബോ. നമ്മൾ പുണ്ടോ ഭാരത്തിലുള്ള സെയിം GT 1446 ടർബോ ആണ് ഈ ഒരു വണ്ടിയിൽ റൺ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ആൻ അപ്ഗ്രേഡഡ് ഇൻ്റർകൂളർ. അതുപോലെ തന്നെ ഇഞ്ചക്ടേഴ്സ് മാറിയിട്ടുണ്ട്. പുണ്ടോ ഭാരത്തിലുള്ള സെയിം ആ ഒരു ബോഷ് EV സീരീസിലുള്ള വലിയ ഇഞ്ചക്ടേഴ്സിൽ മാറിയിട്ടുണ്ട്. സോ ഇറ്റ് ഹാസ് ദ ഫ്യൂവലിംഗ് ആൻഡ് ഇറ്റ്സ് റണ്ണിങ് എ കസ്റ്റം സ്വിച്ചബിൾ മാപ്പ് ഫ്രം വൂൾഫ് മോട്ടോ. 3 സ്റ്റേജസ് ഉണ്ട്. നമ്മൾ ഡിപ്പെൻഡിങ് ഓൺ ദ ഫ്യൂവൽ യു ക്യാൻ സ്വിച്ച് ദാറ്റ്. ആൻഡ് ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഐ ബെറ്റർ ഷോ ഇറ്റ് യു. ഇവിടെ നിന്ന് വി ആർ ഗോയിങ് ടു ലോഞ്ച് ഇറ്റ്. Oh, this thing is fast. This thing is really fast. ഇപ്പോൾ ബാക്കിലുള്ള ആ ഒരു ചീപ്പ് 125S ബാഡ്ജിന് യാതൊരു മീനിങ്ങും ഇല്ലാണ്ടായിപ്പോയി. കാരണം ദിസ് ഹാസ് അബൌട്ട് 150, 160, 170 ഡിപ്പെൻഡിങ് ഓൺ വാട്ട് മാപ്പ് യു ആർ റണ്ണിങ്. ആൻഡ് ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മോഡിഫിക്കേഷൻസിന് ഒന്നിനും അത്ര വലിയ വിലയൊന്നും ഇല്ല എന്നുള്ളതാണ്. ഓൾ ഓഫ് ദീസ് തിങ്സ് ഐ മെൻഷൻ എല്ലാം കൂടി ഒരു
1 lakhിൻ്റെ അടുത്ത് ഇതിൻ്റെ ഓണർ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് ദ ക്ലെവർ പാർട്ട്. നമ്മളൊരു പുണ്ടോ ഭാരത്ത് മേടിച്ചിട്ട് അതുമ്പോൾ കുറേ സാധനങ്ങൾ ചെയ്യുന്നതിന് പകരം യു ക്യാൻ ബൈ എ ലീനിയ 125S ഓർ സ്റ്റാൻഡേർഡ് വേർഷൻ ചീപ്പായിട്ട് മേടിക്കാൻ കിട്ടും. ആൻഡ് ദെൻ ഇഫ് യു സ്പെൻഡ് അറൗണ്ട് 1 lakh ഓൺ പാർട്സ് യു ക്യാൻ ഗെറ്റ് എ കാർ ദാറ്റ് ഈസ് റിയലി എ സ്ലീപ്പർ. ആർക്കും മനസ്സിലാവുകയും കൂടി ഇല്ല ഈ വണ്ടി ഇത്രയും ഫാസ്റ്റ് ആണെന്നുള്ളത്. ആൻഡ് ഇറ്റ് ജസ്റ്റ് ലുക്സ് ലൈക്ക് എ നോർമൽ ലീനിയ. ആകെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്ന എക്സ്റ്റീരിയറിൽ നമുക്ക് അർബൻ ക്രോസിൻ്റെ വീൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. 16 ഇഞ്ച് തന്നെയാണ്. അഗെയിൻ ആ ഒരു ഡിഫറെൻറ്റ് ഡിസൈൻ, കാണാൻ ഭംഗിയുള്ള ഒരു ഡിസൈൻ കണ്ടുകൊണ്ട് അത് അങ്ങനെ ഇട്ടതാണ്. പക്ഷേ അതർ ദാൻ ദാറ്റ് ഇറ്റ്സ് എ പ്രോപ്പർ സ്ലീപ്പർ. ആൻഡ് വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഫ്യൂൽ എഫിഷ്യൻസിയാണ്. സിൻസ് ഈ ഡ്രൈവ്സ് ഇറ്റ് ഡെയിലി ഇതിന് നല്ല ഫ്യൂൽ എഫിഷ്യൻസിയും ആവശ്യമാണ്. ആൻഡ് ഈ ഒരു ഡ്രൈവിൽ ഐ ബീൻ ഗെറ്റിംഗ് ലൈക്ക് 13.8 14 അടുത്തൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു വെൻ ഡ്രിവൻ നോർമലി. വേറൊരു കാര്യം ഇതിൻ്റെ ഡ്രൈവബിലിറ്റിയാണ്. നമ്മളിപ്പോൾ സിറ്റിയിൽ ഓടിച്ചിറക്കുന്ന സമയത്തും അങ്ങനെ ഭീകരമായ ലാഗൊന്നുമില്ല. സാധാരണ ട്യൂൺഡ് വണ്ടികളൊക്കെ ഭയങ്കര ലാഗി ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് മാപ്പിൽ ആവശ്യത്തിനുള്ള ഒരു ഡ്രൈവബിലിറ്റി ഉണ്ട്. ലോ എൻ്റെ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. സോ ഇറ്റ്സ് എ റിയലി ഗുഡ് കാർ, ഡെയിലി ഡ്രൈവ് ചെയ്യാം. ആൻഡ് വെൻ യു ആർ ഇൻ ദ മൂഡ് ഇതുപോലെ ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് ടേക്സ് ഓഫ്. ദ ബ്രേക്സ് ആർ റിയലി സ്ട്രോങ്. സ്റ്റോക്ക് ബ്രേക്സ് ആണ് ഈ ഒരു വണ്ടിയിൽ, പക്ഷേ ദേ ആർ അപ് ടു ദ ജോബ്. ബട്ട് ദ വേ ഇറ്റ് ഗ്രിപ്സ് അറൗണ്ട് കോർണേഴ്സ് അത് ഭയങ്കര എൻ്റർടൈനിങ് ആണ്. ഒരു ലെവൽ ഓഫ് സോളിഡിറ്റി ഉണ്ട് നമുക്ക്. വെൻ യു ആർ ഡ്രൈവിംഗ് ഇറ്റ് ഫാസ്റ്റ് ഇറ്റ് ഫീൽസ് അലൈവ്. പലപ്പോഴും ഒരു കോർണറിലൊക്കെ എത്തുന്ന സമയത്ത് യു ക്യാൻ ഫീൽ ദ കാർ ഈസ് ഷിമ്മിങ് അണ്ടർ യു. ആൻഡ് വിത്ത് ദിസ് ലെവൽ ഓഫ് പവർ യു ക്യാൻ റിയലി ഹാവ് സം ഫൺ വിത്ത് ഇറ്റ്. സസ്പെൻഷൻ വേറൊന്നും ചെയ്തിട്ടില്ല. ഇറ്റ് സ്റ്റിൽ റണ്ണിങ് ദാറ്റ് OE Fiat ഡാമ്പേഴ്സ്. പക്ഷേ പുതിയ ഡാമ്പേഴ്സും പുതിയ ഷോക്സ് ഒക്കെ ആയതുകൊണ്ട് ദ കാർ ഫീൽസ് റിയലി ടൈറ്റ്. ആൻഡ് ഐ റിയലി ലൈക്ക് ദാറ്റ്. ഒരു 175 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ആയപ്പോഴത്തേക്ക് ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താഴ്ന്ന പോലെ ഉണ്ട്. നമ്മൾ ഒറിജിനൽ ലീനിയ T-Jet ഓടിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു കംഫർട്ട് ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ആ ഒരു റൈഡ് ഹൈറ്റ് ഒക്കെ കൂട്ടിയതിൻ്റെ ഒരു വ്യത്യാസം തോന്നും. ബട്ട് ദിസ് കാർ ഫീൽസ് ജസ്റ്റ് ആസ് പ്ലാൻഡ്. ഒരു OEM പ്ലസ് മോഡ്സ് ആണ് ഈ വണ്ടിയിലെല്ലാം ചെയ്തേക്കുന്നത്. ആൻഡ് ദ സോർട്ട് ഓഫ് വർക്ക്. അപ്പോൾ അതൊക്കെയാണ് ലീനിയ 125Sൻ്റെ പ്രത്യേകതകൾ. നിങ്ങൾ ഓടിപ്പോയിട്ട് ഇതൊരെണ്ണം വാങ്ങണമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം യു നീഡ് എ സർട്ടൻ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് ടു റൺ എ കാർ ലൈക്ക് ദിസ്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, യു വാണ്ട് ടു ട്രൈ ഔട്ട് സംതിങ് ഡിഫറെൻറ്റ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു സമയമാണ് ഈ വണ്ടികൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇഫ് യു ഓൾവേസ് വാണ്ടഡ് എ പുണ്ടോ അബാർത്ത്, ദിസ് ഈസ് എ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് പ്രൈസ് ആൻഡ് മേ ബി ഈവൻ ഫാസ്റ്റർ വിത്ത് ഓൾ ദീസ് മോഡ്സ്. അപ്പോൾ അതുകൊണ്ട് വർത്ത് എ ട്രൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വണ്ടിയായിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.